ഏറെക്കുറെ മൂ- ഏറെക്കുറെ 3 മാസങ്ങൾക്ക് ശേഷം ആ, ഒരുമിച്ച് ഇതുപോലെ നമുക്ക് വീണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തണലിൽ കർത്താവിന്റെ വചനം അസിപ്പാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യം തന്നു ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ, ആ, പുതിയതായിട്ട് കടന്നു വന്ന എല്ലാവർക്കുമായ സ്തോത്രം. ആ, വിശേഷിച്ച് കാനഡയിൽ നിന്ന് എന്റെ സഹോദരനുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഹോമിലിറ്റിക്സ് അല്ലെങ്കിൽ പ്രസംഗശാസ്ത്രം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ തിയോളജിയുടെ അല്ലെങ്കിൽ പ്രായോഗികമായ ദൈവശാസ്ത്രത്തിന്റെ ഒരു ശാഖ ആ, എന്നുള്ള തലത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് ഹോമിലിറ്റിക്സ്. അപ്പം ഞാനിന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യമേ തരും. എനിക്ക് തോന്നുന്നു നമുക്ക് അധികം സമയം ആ, ഈ ടേമിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. ലഭിക്കുന്ന സമയം നമുക്ക് ആ, ഇതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം എനിക്ക് തരാനുള്ള ഒരു സമയമുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു പ്രാക്ടിക്കൽ തിയോളജി ആണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഒരു പ്രായോഗിക ദൈവശാസ്ത്ര പഠനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു അസൈൻമെന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കേണ്ടതാണ്. ഈ ക്ലാസിന്റെ ഇതിന്റെ ശരിക്കുമുള്ള ഒരു അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിന്റെ ആ, അതിന്റെ എസെൻഷ്യൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കി പ്രസംഗിക്കേണ്ടതാണ്. അതിനുള്ള സമയമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് പ്രസംഗം എഴുതി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. നോക്കാം. ഏതായാലും ഞാൻ അതിൽ ഒന്ന് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് പ്രസംഗിക്കുവോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസംഗം എഴുതി നിങ്ങൾ ഒരു അസൈൻമെന്റ് ആയിട്ട് സെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇതിന്റെ പഠനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യമേ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവർക്ക് എനിക്ക് തോന്നുന്നു പ്രസംഗിക്കാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഫ്രൈഡേ പ്രയറിൽ ഈ സ്റ്റുഡൻസ് ആ എല്ലാ വെള്ളിയാഴ്ചയും അവർ പ്രസംഗിക്കാനുള്ള ഒരു സമയം അവർ കണ്ടെത്തുകയും അവരതിന് പ്രിപ്പയർ ആകുകയും ചെയ്യണം. എഴുതി അയച്ചിട്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. എനിക്ക് അപ്പൊ ജോയിൻ ചെയ്യാമല്ലോ സാറേ. യെസ് യെസ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് പഠിക്കാം. ഞാനിത് സാറിനോട് ചോദിച്ച് വാങ്ങിച്ചൊരു സബ്ജക്റ്റാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ എന്തുകൊണ്ട് ഈ ഹോമിലിറ്റിക്സ് അല്ലെങ്കിൽ പ്രസംഗശാസ്ത്രം പഠിക്കണം എന്നുള്ളത് ഏറ്റവും വളരെ ഞാൻ മനസ്സിലാക്കിയത് ബിബ്ലിക്കൽ പഠനങ്ങൾ നമുക്ക് ധാരാളം ലഭിക്കും. പക്ഷെങ്കിൽ ഈ എല്ലാം കൂടെ എല്ലാ പഠനവും നമ്മൾ സംയോജിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ഒരു ആളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഓഡിയൻസിലേക്ക്, മറ്റുള്ള ജനതയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന, ഇത് പകർന്നു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഈ പ്രസംഗശാസ്ത്രം അല്ലെങ്കിൽ ഹോമിലിറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ പ്രസംഗങ്ങൾ. ഞാൻ ഈ പ്രസംഗ ശാസ്ത്രം പഠനം നടത്തുമ്പോൾ ഒന്നാമതായിട്ട് ചിലപ്പോൾ ഇന്നലെ വരെ നമ്മൾ പ്രസംഗിച്ച പ്രസംഗങ്ങളല്ല എന്ന് തോന്നിപ്പോകും. ദയവായി ദൈവദാസന്മാർ എന്നോട് ക്ഷമിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. വിമർശനാത്മകമായിട്ട് തന്നെ നമ്മുടെ പ്രസംഗങ്ങൾ നമ്മൾ ഇവാലുവേഷൻ നടത്തും. 3, എങ്ങനെ ബൈബിൾ പ്രസംഗിക്കാം, ഹൗ വി ആർ ഗോയിങ് ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എങ്ങനെ പ്രസംഗിക്കാം. അപ്പോൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒത്തിരി പ്രാസംഗികന്മാരുണ്ട്. ഞാൻ അവരെ ആരും വിമർശിക്കത്തുമില്ല. ഞാൻ ഇവിടെ നമ്മൾ അവലംബിക്കാൻ പോകുന്ന ഒരു മെത്തഡോളജി അത് ചിലപ്പോൾ വ്യത്യസ്തമാണ്, കുറച്ചകലം ബുദ്ധിമുട്ടുമാണ്. ഇതാണ് നമ്മൾ ഈ പ്രസംഗശാസ്ത്രം വഴി ഞാൻ ഈ ഒരു പഠനത്തിലൂടെ, അതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വീട്ടമ്മമാര് ഇവിടെ പഠിക്കുന്നുണ്ട്, എനിക്കറിയാം.
അവർക്ക് ദൈവദിനം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ പഠനം ശരിക്കും പ്രയോജനപ്പെടുന്നത് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 100% പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ രണ്ടു തർക്കമില്ല. ഇനി ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാനിത് പഠിച്ചത് ശരിയാണ്, ഞാൻ ഈ മെത്തഡോളജി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പോലും അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യാൻ ഇച്ചിരി പാടുമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി എ ഗ്രേറ്റ് പ്രീച്ചർ, നിങ്ങളൊരു വലിയ പ്രാസംഗികനാകും, തർക്കമില്ല. കാരണം നമ്മൾക്ക് എങ്ങനെ ദൈവവചനം, ഒരു ദൈവവചനം പ്രസംഗിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ ഒരു 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 കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവചനം എങ്ങനെ പ്രസംഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാം, പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പ്രായോഗിക ദൈവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് ഹോമിലിറ്റിക്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഇത് നമുക്ക് എങ്ങനെ പ്രസംഗം തയ്യാറാക്കാം എന്നുള്ളതും ഹൗ വി ആർ ഗോയിങ് ടു ഡെലിവർ, നമ്മൾ അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു പഠനമാണ് ഈ ഹോമിലിറ്റിക്സ് എന്ന് പറയുന്ന ഈ പഠനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. സാറേ അല്പം സൗണ്ട് കുറവാണ് സാറേ, നേരത്തെ കുഴപ്പമില്ല. എന്റെ ദൈവമേ, ഞാൻ അത്യാവശ്യം സൗണ്ടിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. എന്തെങ്കിലും എന്തോ ഒരു റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും തോന്നുന്നു. ഓക്കെ, ഈ കാലാകാലങ്ങളിൽ പ്രസംഗശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. അപ്പം ഇതിന് ഓരോ ഡെവലപ്മെന്റ് ഉണ്ട്. ആ ഡെവലപ്മെന്റ് കൂടെ നമുക്ക് ചിന്തിക്കണം. പക്ഷേ ഇതിന്റെ ഒരു ഡെഫിനിഷൻ, ഇതിന്റെ ഒരു ഹോമിലിറ്റിക്സ് എന്ന ആ ഒരു പദത്തിന്റെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ മുമ്പോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഹോമിലിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ഒറ്റ വാക്കിൽ ഒരു 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 ഉത്തരം പറയുകയാണെങ്കിൽ ദ ആർട്ട് ഓഫ് പ്രീച്ചിങ്, ഒരു പ്രസംഗ കലയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോമിലിറ്റിക്സിനെ നമുക്ക് പറയാം. പ്രസംഗ ശാസ്ത്രമാണ്. അപ്പൊ പ്രസംഗ കല, ദ ആർട്ട് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് ഡെലിവറിംഗ് സെർമൺ. നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുന്ന ആ ഒരു കലയും നമ്മളത് അവതരിപ്പിക്കുന്നതും ഒരു കലയാണ് എന്നാണ് ഈ ഹോമിലിറ്റിക്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഹോമിലിറ്റിക്സ് എന്നുള്ള പദം അത് ഹോമിലിക്സ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് ഹോമിലിറ്റിക്കോസ് HOMILETIKOS ഹോമിലിറ്റിക്കോസ് എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നെടുത്താണ്. അതിന്റെ അർത്ഥം കോൺവെർസേഷൻ, സംവാദം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, സംവാദം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ദർ ഈസ് ഡെവലപ്മെന്റ് ഫോർ ഹോമിലിറ്റിക്സ്. സംവാദം എന്ന തലത്തിൽ നിന്ന് ഈ ഹോമിലിറ്റിക്സ് ധാരാളം വളർന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നൂറ്റാണ്ടുകൾ ഈ ഹോമിലിറ്റിക്സിൽ ഒത്തിരി വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചതിന്റെ ഒരു കാര്യം. അപ്പൊ നമുക്ക് ദൈവവചനം ഈ ഹോമിലിറ്റിക്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ദൈവവചനം എന്താണ് ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് പ്രസംഗിക്കാൻ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ പ്രസംഗിക്കാൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ദൈവവചനം അതിനെപ്പറ്റി അതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ഒരു വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. വായിക്കാമോ? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ വിശ്വാസം ഉണ്ടാകത്തില്ല. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താൽ. അപ്പം വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് പ്രീച്ച്. അപ്പം
പ്രസംഗത്തിന് വലിയ ഇമ്പോർട്ടൻസ് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ്. ഇനി 2 തിമോത്തിയോസ് 4 അധ്യായം 2 വാക്യം ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 4 അധ്യായം 2 വാക്യം. വചനം പ്രസംഗിക്കുക, സമയത്തിനും അസമയത്തിനും ഒരുങ്ങി നിൽക്കുക. അവിടെ വചനം പ്രസംഗിക്കുക എന്നുള്ള ഒരു ഉപദേശം തന്നെ പൗലോസ് വ്യക്തമായി തിമോത്തിയോസിന് കൈമാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇനി ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 32 വാക്യത്തില് അവിടെ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്നതായിട്ട് ഒരു വാക്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 32 വാക്യത്തില് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ വചനം അധികാരത്തോടെയാകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. And they were astonished in his doctrine, for word was with power. അപ്പം അധികാരത്തോടുകൂടെ, പ്രസംഗത്തിൽ അധികാരത്തോടുകൂടെ, ഒഥന്റിസിറ്റി ആയിട്ടാണ് ദൈവം ആ പ്രസംഗം ഡെലിവറി ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ യേശുക്രിസ്തുവിന്റെ അധികാരം പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത് പ്രസംഗത്തിലൂടെയാണ്. ഇനി മത്തായി സുവിശേഷം 28 അധ്യായം 18 വാക്യം നമുക്ക് വളരെ പരിചിതമുള്ള ഒരു വേദഭാഗവും അപ്പോൾ തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വേദഭാഗമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളും. അപ്പോൾ അവിടെ ആദ്യം 18 വാക്യത്തിൽ പറയുകയാണ്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരം നമുക്ക് ദൈവം കൈമാറി തന്നിട്ട് പറയുകയാണ്, ഐ ഹാവ് ആൻ അതോറിറ്റി ഫോർ പ്രീച്ചിങ്. എനിക്ക് ദൈവവചനം പ്രസംഗിക്കുവാൻ അധികാരമുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആ അധികാരം നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഉപദേശിപ്പാനുള്ള അധികാരവും. നമ്മൾ സാധാരണ പോകുവാനും പിശാചിന്റെ തലയെ ചവിട്ടുവാനും പാമ്പിനെയും തേളിനെയൊക്കെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം മാത്രമാണെന്നുള്ള വിചാരത്തിലാണ് നമ്മളൊക്കെ ഒരു പരിധിവരെ ഈ വചനം വായിക്കുന്നത്. പക്ഷെ അതല്ല, വിത്ത് അതോറിറ്റി ഓഫ് പ്രീച്ചിങ്, പ്രസംഗിക്കുവാനുള്ള അധികാരവും കൂടെയാണ് ദൈവം നമുക്ക് കൈമാറി തന്നത് എന്നുള്ളത് നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ there is an authority in his preaching. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 2 അധ്യായം 4 വാക്യത്തിൽ വായിക്കുന്നത്, 1 കൊരിന്ത്യർ 2 അധ്യായം 4 വാക്യത്തിൽ എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്തെ ആയിരുന്നത്. അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്, ജീസസ് ഹാഡ് ബോത്ത് അതോറിറ്റി ആൻഡ് പവർ. യേശുക്രിസ്തുവിന് അധികാരവും ശക്തിയും തന്റെ പ്രസംഗത്തിലുണ്ട്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു വാക്കുകളുടെ ജൽപ്പനമോ വാക്കുകളുടെ ഒരു ഇപ്പോ പല വേദികളിൽ നമുക്ക് കാണുന്നത് വാക്കുകളിട്ട് അമ്മാനമാടുന്ന ഒരു പ്രസംഗ ശൈലിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പൗലോസ് പറയുകയാണ്, എന്റെ ശൈലിയിൽ ആ വാക്യം ഒന്ന് ആരെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. 1 കൊരിന്ത്യർ 2 അധ്യായം 4 വാക്യം. നോ 1 കൊരിന്ത്യർ 2 എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നത്. യെസ്. അപ്പം ഇത് കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ വിശ്വാസത്തിന്, നല്ല വാക്യം കറക്റ്റാണ്, നിങ്ങളുടെ മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനം. അപ്പം നമ്മുടെ വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനത്തിലല്ല ഇരിക്കേണ്ടത്, ദൈവത്തിന്റെ ശക്തിയിൽ ആധാരമാകാൻ നമ്മൾ പ്രസംഗിക്കുന്നതും ദൈവശക്തിയിലായിരിക്കണമെന്നാണ്. അപ്പം ഞാനിന്ന് വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പം ആ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പം 2 ലേഡീസ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അന്നേരം അവരെനിക്ക് തോന്നുന്ന ഒരു ചർച്ച് ലീഡർ ആയിരിക്കാം. പുള്ളിക്കാരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദേഹി ആത്മാവാണ്. ഈ ദേഹിക്ക് എപ്പോഴും ആഗ്രഹവും ആവശ്യവും എപ്പോഴും ജഡത്തിനോടാണ്.
എപ്പോഴും ദേഹി എപ്പോഴും ജഡത്തോട് ലീൻ ചെയ്യാനാണ്, ചായാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. എക്സ്ക്യൂസ് മീ. പക്ഷെ ആത്മാവിന് ഒരിക്കലും താല്പര്യമില്ല. സാത്താൻ എപ്പോഴും നമ്മുടെ ദേഹിയോടാണ് എപ്പോഴും പോരാടുന്നത്. സാത്താൻ ഈ ബോഡിയൊന്നും ആവശ്യമില്ല, ഈ ദേഹമൊന്നും ആവശ്യമില്ല. അല്ലെങ്കിലും അവന്റെ കയ്യിൽ തന്നെയാണ് ഈ ബോഡിയൊക്കെ ഇത് നാറിപ്പോകുന്നതും കൃമിക്കിരയാകുന്നതും മണ്ണിനുള്ള ഒക്കെയാണ്. അകത്തിരിക്കുന്ന ദേഹിയുണ്ടല്ലോ, ഇതാണ് സാത്താൻ എപ്പോഴും നമ്മുടെ ദേഹിയോടാണ് എപ്പോഴും ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ആ ദേഹിയിലാണ് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ ഒക്കെ ഉള്ളത്. അപ്പം ഈ ദേഹി എപ്പോഴും കണക്ട് ചെയ്യുന്നത് മുഴുവനും ഈ ദേഹവും ജഡവുമായിട്ട്. ഇവിടെയാണ് ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ആ ഒരു റോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ മുഖ്യത്വം, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. ആത്മാവ് എപ്പോഴും ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ദേഹി ഇങ്ങനെ ആയതുകൊണ്ട് ആത്മാവ് എപ്പോഴും വിഷാദിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ കാര്യം പറയും. പക്ഷെ എപ്പോഴും ആ ആത്മാവ്, ഈ ദേഹി ഈ ആത്മാവുമായിട്ട് കണക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങൾ ആത്മീയമായി ജയിക്കാൻ സാധിക്കും. അത് പലപ്പോഴും സാധിക്കാത്തതിന്റെ കാരണം ഈ ദേഹി എപ്പോഴും പിശാചിന്റെ വലയത്തിലാണ്. നമ്മുടെ പല വികാരങ്ങളും ഒക്കെ പിശാചിന്റെ വലയത്തിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പറിച്ചെടുത്ത് ആത്മാവിനെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ദേഹി എപ്പോഴും ആത്മാവിനെ സബ്മിറ്റ് ചെയ്യണം. എപ്പോഴും ആത്മാവുമായിട്ട് കണക്ട് ഉണ്ടാകും. അതിനെ എൻകൗണ്ടർ എന്നൊരു വാക്ക് കൊടുക്കുന്നത്. മറ്റേ ക്ലിയോപ്പാവും മറ്റേ ശിഷ്യനുമെന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അവർ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുമ്പം യേശു കർത്താവിന്റെ വചനം കേട്ട് അവരുടെ ഹൃദയത്തിൽ ചൂട് പിടിച്ചതായിട്ട് നമുക്ക് കാണാം. ആ എൻകൗണ്ടർ, ആ ഒരു ആത്മാവ് നിർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിൽക്കാൻ കഴിയുന്നില്ല. ആത്മാവ് ചൂട് പിടിച്ച് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഉണ്ടായി, അവിടെ ഒരു കണക്ഷൻ ഉണ്ടായി ദൈവവുമായി. ഇതേപോലെ തന്നെ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം, മനുഷ്യരുടെ ജ്ഞാനത്തിൽ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ശക്തി ആയിരിക്കേണ്ടതിന് എൻ്റെ പ്രസംഗം, എൻ്റെ വചനം, നമ്മുടെ പ്രസംഗവും നമ്മുടെ വചനവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, നമ്മൾ പ്രസംഗിക്കുന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ. കാരണം ഒരാളെ, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അവരെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ പ്രക്രിയയാണ് പ്രസംഗം എന്നുള്ളത്, ഹോമിലിറ്റിക്സ് എന്നുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ദൈവവചനത്തിൽ നമുക്ക് പ്രസംഗത്തിനെ പറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവചനം എന്താണ് പ്രസംഗത്തിനെ പറ്റി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 119 സങ്കീർത്തനം 160 വാക്യം ഒന്ന് വായിച്ചേ. ഒരു നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികളൊക്കെ എന്നേക്കുമുള്ളവ. സത്യം തന്നെ, ആ സത്യമായ കാര്യങ്ങൾ പ്രസ്താവിക്കാനാണ്. അതിന്റെ 79 വാക്യം കൂടെ വായിക്കാമോ? 119. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ May those who fear you turn to me and they will know your testimonies. നിന്റെ സാക്ഷ്യങ്ങൾ അറിയേണ്ടതിന്, അപ്പം അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഒരു ചരിത്ര ഭാഗമാണ് നെഹെമ്യാവിന്റെ ചരിത്രം. ദൈവവചനം വായിച്ചു കേൾപ്പിക്കുകയാണ്. ദൈവജനം ദൈവത്തിലേക്ക് അടുത്തു വരുന്നു. മോശ പറയുകയാണ്, അയ്യോ ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്, ഹൗ ക്യാൻ ഐ പ്രീച്ച്? മനസ്സിലായോ? അപ്പം പ്രസംഗത്തിന്റെ ഇമ്പോർട്ടൻസ് മോശ തന്നെ മനസ്സിലാക്കുകയാണ്. പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും, ഉദാഹരണത്തിലൂടെയും ചരിത്ര പശ്ചാത്തലത്തിലൂടെയൊക്കെ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ഒരു സംക്ഷിപ്ത രൂപം മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രസംഗത്തിന് ദൈവവചനം, നമ്മൾ ബൈബിൾ, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് ഈക്വലി ഗീവ് ഇമ്പോർട്ടൻസ്. അത് ഒരുപോലെ നമുക്ക് അതിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, ചരിത്രപരമായ അതിന്റെ ഡെവലപ്മെന്റ്, പുരോഗതി, ഈ ഹോമിലിറ്റിക്സിന്റെ പ്രസംഗശാസ്ത്രത്തിന്റെ പുരോഗമനം
ചരിത്രപരമായിട്ടുള്ള പുരോഗമനം എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് ഓടിച്ചു കാണിക്കാം. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാലാകാലങ്ങളിൽ നൂറ്റാണ്ടുകളായിട്ട് മൂന്ന് ദിശയിലേക്കാണ് സഭാപിതാക്കന്മാരും സഭയും ഈ പ്രസംഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന്, പ്രീച്ചിങ് പോർഷൻ അഥവാ ടെക്സ്റ്റ്, പ്രസംഗിക്കുന്ന ഒരു ഭാഗം ഇല്ലെങ്കിൽ പ്രസംഗിക്കേണ്ട ദൈവവചന ഭാഗം. രണ്ടാമത് പ്രീച്ചർ, പ്രസംഗകനെ. മൂന്നാമത് ജനത്തെ. ഡിഫറെന്റ് ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ തലമുറ, ഓരോ കാലഘട്ടങ്ങളില് ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളും വീക്ഷിച്ചിരുന്നത് ഈ പുസ്തകത്തെയാണ്, ഇല്ലെങ്കിൽ പ്രാസംഗികനെയാണ്, ഇല്ലെങ്കിൽ ജനങ്ങളെയാണ്. അപ്പം നമുക്ക് ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ദ ഏർലി ചർച്ച്, ആദ്യ നൂറ്റാണ്ടിലെ സഭ, അവര് പ്രസംഗകനെ അല്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്, ഈവൻ ജനത്തെ പോലും അല്ല. they were concentrating in the text. അവർ കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് ദൈവവചന പോർഷൻസിനെ, ബിബ്ലിക്കൽ ടെക്സ്റ്റിനെയാണ്. ഞാൻ അതുകൊണ്ടാണ് ഹോമിലിറ്റിക്കോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആദ്യം തന്നെ പറഞ്ഞത്. കാരണം ഹോമിലിറ്റിക്കോസ് എന്നുള്ള വാക്ക് കോൺവെർസേഷൻ എന്നൊരു പദമാണ്. ഇന്ന് നമുക്ക് ഒരു കോൺവെർസേഷൻ, സംവാദ ശൈലിയിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല. അന്ന് ജനത്തിനും പ്രാസംഗികനും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അവർ കൊടുത്തിരുന്നത് ദൈവവചനത്തിന്റെ ഓരോ ഭാഗം, അവർ ശുശ്രൂഷിക്കുന്ന ഓരോ ഭാഗങ്ങൾ അവര് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഹോമിലിറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ സംവാദ ശൈലിയിലുള്ള പ്രസംഗങ്ങൾക്ക് അന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എനിക്കതിന്റെ ദൈവവചന തെളിവുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചൂഴ്ന്നെടുക്കാൻ സാധിക്കത്തില്ലെങ്കിലും സഭാ ചരിത്രം പഠിപ്പിക്കുന്നത് അവര് കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് ദൈവത്തിന്റെ വചനത്തെ മാത്രമാണ്. പക്ഷെങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ വിമർശനാത്മകമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രസംഗകന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രസംഗകന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതത്തെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. ഇനിയിപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വഴിക്ക് പോകരുത്. ഇത് ചരിത്രമാണ്. മഹാനായ സ്പർജൻ പ്രസംഗികളുടെ പ്രഭു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ബലഹീനത ഒരു കാര്യത്തിലുണ്ടായിരുന്നു പറയും. പെണ്ണ് കേസിലൊന്നുമല്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കില് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. ഞാനിത് പറയുവാണെങ്കിൽ നാളെ എന്റെ ദൈവമേ ഇപ്പോഴൊരിക്കലും ഒരു ആശ്വാസമായത്. ഞാൻ അങ്ങനത്തെ ഒരു ചെറിയ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ സ്പർജൻ അങ്ങനെ പ്രസംഗിച്ചിട്ട് സ്വർഗത്തിൽ പോയല്ലോ എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് they were giving importance to the text, they were not giving the importance to the preachers. അവർ പ്രാസംഗികനോ പീപ്പിളിനോ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അവർ ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ട് ടൺ കണക്കിന് ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുള്ള, എൻ്റെ മുമ്പിലൊരു മൊബൈൽ ഫോൺ വേറെ ഉണ്ട്, ടാബ് ഉണ്ട്, മറ്റുള്ള പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഇവിടെ കേവൽ എ വിഷൻ ഓഫ് പ്രീച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ എ കുരുവിള അവരുടെ പുസ്തകം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം നിങ്ങളുടെ ഓർമ്മ ചിന്തിക്കണം. ഇത് ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. എബ്രഹാം കുരുവിള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മലയാളിയാണെന്നുണ്ടെങ്കിലും ഡാലസ് തിയോളജിക്കൽ സെമിനാരിയുടെ ലോകം കണ്ട ഏറ്റവും നല്ലൊരു പ്രൊഫസറാണ് ഇപ്പോൾ. അദ്ദേഹം എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഹോമിലിറ്റിക്സ് അധ്യാപകനും കൂടെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഹോമിലിറ്റിക്സ് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം എറണാകുളത്ത് അദ്ദേഹത്തിന്റെ 4 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ ക്ലാസ് 700 രൂപ ഒരു ദിവസത്തെ ക്ലാസ്സിന്. അങ്ങനെ വന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ പോയി പഠിക്കാനും
ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയി. ഞാൻ എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ നല്ലതായിരിക്കും. എബ്രഹാം കുരുവിള, എയ്ബ് കുരുവിള എന്നാണ് കാണുന്നത്. എനിവേ, ഇപ്പൊ ഞാൻ പറഞ്ഞത്, സി they were giving importance to the preachers text. അപ്പോൾ ശുശ്രൂഷിക്കുന്ന ആൾക്ക് അവരുടെ ഉത്തരവാദിത്വം, കാരണം ക്രിസ്തുവിനെയല്ല ഉയർത്തുന്നത്. ക്രിസ്തുവിനെ ഉയർത്തുന്നതിന് ഞാൻ എന്തിനാ, ഞാൻ പറഞ്ഞാൽ ബലഹീനനായിട്ടുള്ള ആളെ പ്രസംഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. മോറലി, ധാർമ്മികമായിട്ട് നമ്മളെക്കാളൊക്കെ നമുക്ക് അടുത്തുപോലും നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത പ്രാസംഗികരാണെന്നൊക്കെ ജോൺ ക്രിസ്റ്റോസം ഗോൾഡൻ മൗത്ത് എന്ന AD 407 ഒരു സഭാപിതാവാണ് ജോൺ ക്രിസ്റ്റോസം. അദ്ദേഹത്തെ അപരനാമം തന്നെ സ്വർണ്ണനാവുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. അന്ത്യോക്യ സഭയുടെ സഭാപിതാവാണ് അദ്ദേഹം. അപ്പം ഇങ്ങനത്തെ അഗസ്റ്റിൻ, നമുക്കറിയാം അന്ത്യോക്കില് അടുത്തൊരു സഭാപിതാവാണ് അഗസ്റ്റിൻ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതറിനെ നമുക്കറിയാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സഭാപിതാക്കന്മാര് അവർക്ക് അവരെ ഒന്നും എടുത്ത് കാണിക്കാൻ അവർക്ക് ആഗ്രഹമേ ഇല്ല. ദേ വാണ്ട് ടു ഫോക്കസ് ഓൺ ജീസസ്. യേശു ആരാണെന്നും ദൈവവചനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവരൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ ഒരു കാലഘട്ടങ്ങളില് അവര് എന്നാ പറയുന്നത്, ടെക്സ്റ്റ്, വേദപുസ്തകത്തെ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ഒരു കാലഘട്ടത്തിന്റെ ശേഷം 1400-കളില് പിന്നെയാണ് അവര് പ്രാസംഗികനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. They were focusing to the preachers. ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ സമയം അപ്പോഴും ജനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടെ അവര് പ്രീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരാളാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ മാർട്ടിൻ ലൂതർ, ജോൺ വെസ്ലി, 1703 ജോൺ വെസ്ലി, ജോർജ് വൈറ്റ്ഫീൽഡ്, ഇവരൊക്കെ, DL മൂഡി, ചാൾസ് ഫിന്നി, ചാൾസ് സ്പർജൻ, മാർട്ടിൻ ഇലിയോഡ് ജോൺസ്, അവരൊക്കെ തന്നെ പ്രാസംഗികന്, ഇല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രസംഗകരുടെ പേരാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബങ്സ് ഓഫ് ബുക്ക്, ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ഇവരുടെയൊക്കെ. ഇപ്പം ചാൾസ് സ്പർജന്റെ പുസ്തകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു പേരടിച്ചു കൊടുത്താൽ മതി, സ്പർജൻ, ഇഷ്ടം പോലെ പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പം മനുഷ്യരെല്ലാവരും തന്നെ ചാൾസ് സ്പർജനിലേക്ക് തിരിഞ്ഞു, ജോൺ വെസ്ലിയിലേക്ക് തിരിഞ്ഞു. അപ്പം ആ സമയത്തൊക്കെ അതിന് മുമ്പുണ്ടായിരുന്ന സഭാപിതാക്കന്മാരുടെ പേര് പോലും അറിയത്തില്ല. പക്ഷെ അവരുടെയൊക്കെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, അങ്ങനെയൊക്കെ ഉള്ള പല സഭാപിതാക്കന്മാർ നമുക്ക് പേര് ഓർത്തിരിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവരുടെയൊക്കെ വലിയ വലിയ പുസ്തകങ്ങൾ, അവരുടെ പ്രസംഗങ്ങൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ അവരുടെ പേര് കൊണ്ട് നമുക്ക് അറിയത്തില്ല. ഇന്നും എക്സജീസിസ്, വേദപുസ്തകത്തിന്റെ വിശദീകരണങ്ങള്, ഇതൊക്കെ ഇപ്പോഴും പഠിക്കുന്നത് അക്കാലങ്ങളിലെ സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളാണ്, അവരുടെ പ്രസംഗങ്ങളാണ്. ഞാൻ അതാ പറഞ്ഞത്, ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസ് ഏകദേശം 1400 വരെ ഘട്ടങ്ങളിലുള്ള കാലഘട്ടങ്ങളിൽ അവര് ടെക്സ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിനുശേഷം പ്രാസംഗികന്മാരിലേക്ക്, വ്യക്തികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നാൽ ഇന്നോ സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജനത്തെ സുഖിപ്പിക്കാനുള്ള പരിപാടിയാണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ആർ കോൺസെൻട്രേറ്റിംഗ് ദ പീപ്പിൾ. നമ്മൾ ക്രിസ്തുവിനെ വിട്ടു. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം പോലും ഇപ്പോൾ ഇല്ല. പക്ഷെ ആരോടാണ് സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവജനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആധികാരികതയോടുകൂടെ ദൈവനെ ശുശ്രൂഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തിരിച്ചൊന്നും പറയുന്നത് ഏറ്റെടുക്കും, അല്ലെങ്കിൽ അത് റിസപ്റ്റീവ് മൈൻഡോടുകൂടെയാണ് ജനങ്ങൾ ഇരിക്കുന്നത്. ഇന്ന് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ
തിരിച്ച് ചോദ്യം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. സഭയായിക്കോട്ടെ, നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്നെ പേടിച്ചിട്ടിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം വേറൊരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വരും. വി ആർ കോൺസെൻട്രേറ്റിംഗ് വിത്ത് ദ പീപ്പിൾ. ഇപ്പോഴത്തെ ജനറേഷൻസ് മുഴുവനും ആളുകളെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ വേണ്ടി, ആളുകളെ സുഖിപ്പിക്കുക എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നുണ്ടെങ്കിലും അത്തരത്തിലേക്ക് പ്രസംഗകരും എടുക്കുന്ന വചനം പോലും അങ്ങനെ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് കാലാകാലഘട്ടങ്ങളിൽ പ്രസംഗശാസ്ത്രത്തിന്റെ ഒരു ഇംപ്രൂവ്മെന്റ്, ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക്. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് മൂന്നും ഒരുപോലെ പോകേണ്ട ഒരു കാര്യമാണ്. വി ഷുഡ് ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദ ടെക്സ്റ്റ്. നമ്മൾ ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വി ഷുഡ് ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദ പ്രീച്ചർ. നമ്മൾ പ്രസംഗകര് അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വി ഷുഡ് ഗീവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു പീപ്പിൾ. ജനത്തിനും ഒരുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇത്രയും പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയപരമായിട്ട് എന്നോട് എതിർക്കാനോ വിഘടിക്കാനോ എല്ലാം പ്ലാൻ ഉണ്ടെങ്കിലൊന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് അടുത്ത ഞാൻ മെത്തഡോളജിയിലേക്ക് കടക്കണം താല്പര്യമുണ്ട്. ഇന്ന് അതിന് സമയമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നും കൂടെ ഓക്കെ. നിങ്ങളുടെ മൗനം സമ്മതമായി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിലേക്കൊന്ന് ഞാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത ആദ്യം ഒരു ആമുഖം പറഞ്ഞു. രണ്ടാമത് ആ വാക്ക് എന്താണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് ബൈബിൾ എന്തുകൊണ്ട് ഈ പ്രസംഗ കലയ്ക്ക് ഇല്ലെങ്കിൽ ഹോമിലിറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കണ്ടു. കാലാകാലങ്ങളായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ചെറിയ രീതിയിൽ ഒരു ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ആവശ്യമില്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തുള്ളൂ. അപ്പോൾ കാലാകാലങ്ങളായിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഡീവിയേഷൻസ് ഇത് നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഒരു പ്രസംഗം ഇതൊരു കലയാണ്. ഇതൊരു ആർട്ടിസ്റ്റിക് വേയിൽ വേണം ഇത് അവതരിപ്പിക്കാനായിട്ട്. ഈ സഹോദരിമാര് സാക്ഷി പറയുന്നതാണ്. ഹാല്യ ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹാല്യ ഇന്നലെ രാത്രി, ഹാല്യ ഞാൻ നടന്നു വരുമ്പോൾ സ്തോത്രം, ഹാല്യ എനിക്ക് വേണ്ടി പ്രാർത്ഥന, ഹാല്യ. ഇങ്ങനെ ഒരിക്കലും പ്രസംഗിക്കരുത്. പ്രസംഗം ഒരു കലയാണ്. നമ്മൾ കേട്ടിട്ടുള്ള കല എങ്ങനെയാണ്? നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റഡി എങ്ങനെയാണ്? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതിനുശേഷം ഒരു കണ്ടന്റ് വേണം, അതിനുശേഷം ഒരു കൺക്ലൂഷൻ. ഇതാണ് പ്രസംഗം. അതും വെച്ചുകൊണ്ടാണ് നമ്മൾ എത്ര വർഷമായിട്ടിരിക്കാൻ തുടങ്ങിയത്. അത് നമ്മൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഞങ്ങൾക്ക് PYP ആണ്, IPC ആണ് എൻ്റെ വായിൽ അങ്ങനെ വരുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഇതൊക്കെ ആദ്യം പറയണം, അതിനുശേഷം വാക്യം വായിക്കണം, സമയമില്ലാത്തടത്തൊരു പ്രാർത്ഥന, പിന്നെ ഒരു 3 പോയിന്റ് ആക്കണം. പോയിന്റ് ആക്കിയില്ലെങ്കിൽ അതിനെ വീണ്ടും കഷ്ണിക്കണം, പിന്നെ കൺക്ലൂഷൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. നമ്മൾ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. വാട്ട് വി ആർ പ്രീച്ചിങ്. നമ്മൾ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. ഒന്നാമത് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ ഈ വചനത്തെ, ഈ പ്രസംഗ ശൈലിയെ നമുക്ക് തരംതിരിക്കാം എന്നാണ് ഞാൻ തുറന്നു പറയുന്നത്. നമുക്ക് ഈ പ്രസംഗത്തെ പല രീതിയിലും നമുക്ക് തരംതിരിച്ചു വേണം പ്രസംഗിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളിൽ ഈ പ്രസംഗ ശൈലിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രസംഗത്തിന്റെ ഒരു പഠനമാണ് ടെക്സ്റ്റുവൽ സെർമൺ. TEXTUAL SERMON, ടെക്സ്റ്റുവൽ സെർമൺ. ഒരിക്കൽ കൂടി പറയോ? EX അല്ല, T ഫോർ ടി, ചായയുടെ TEX 6 ടെക്സ്റ്റുവൽ TUAL.
ടെക്സ്ച്വൽ സെർമണിന്റെ മലയാളം എന്താ നോക്കട്ടെ ഒരു മിനിറ്റ്. ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ടെക്സ്ച്വൽ എന്ന വാക്ക് വാചക പ്രസംഗം വാചക പ്രസംഗം അതൊക്കെ നല്ല വാക്കല്ലേ. ഈ ഗൂഗിളിനകത്ത് ഞാൻ നോക്കിയതാണ്. വാചക പ്രസംഗം വചനം എന്ന് വേണമെങ്കിൽ നമുക്ക് വചനം അതിന്റെ എന്താണ് ടെക്സ്ച്വൽ സെർമൺ? അതിന് വേറൊരു പേര് കൂടെ ഞാൻ പറയാം. എക്സ്പോസിറ്ററി സെർമൺ എന്ന് പറയും. എക്സ്പോസിറ്ററി സെർമൺ. മനസ്സിലായോ? ഓക്കെ, എക്സ്പോസിറ്ററി സെർമൺ. അപ്പം അത് നമുക്ക് പഠിക്കണം. അപ്പം ടെക്സ്ച്വൽ ഓർ എക്സ്പോസിറ്ററി സെർമൺ. രണ്ടാമത് ടോപ്പിക്കൽ സെർമൺ. ടോപ്പിക്കൽ, TOPIA, ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിക്കുക. എന്തോ അപ്പം ടോപ്പിക്കൽ സെർമൺ. ഈ രണ്ട് സെർമൺസിന്റെ അവിടെ നിൽക്കട്ടെ. അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് നമുക്ക് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ടെക്സ്ച്വൽ ഓർ എക്സ്പോസിറ്ററി സെർമൺസ്, നമ്മള് ആദ്യമേ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. ദൈവവചനം മാത്രമാണ് നമ്മുടെ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദൈവവചനം മാത്രം. ഈ ദൈവവചനത്തിന് പ്രസംഗിക്കാൻ വേണ്ടി സപ്പോർട്ടീവായിട്ട്, അതിന് സഹായകരമായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം. അതിന് തെറ്റില്ല. പക്ഷെ നമ്മുടെ ആധാരം, നമ്മളുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദൈവവചനം മാത്രമാണ്. 66 പുസ്തകങ്ങളുള്ള ദൈവവചനം അല്ലാതെ വേറൊരു പുസ്തകം നമുക്കില്ല. അപ്പൊ ഇത് എക്സ്പോസ് എന്നുള്ള വാക്കിന് തന്നെ നമുക്ക് അതിനർത്ഥം നമുക്ക് മനസ്സിലായി. മറ നീക്കുക. ഇത് 2000 ഇപ്പോൾ നമ്മളിവിടെ 21ാം നൂറ്റാണ്ടാണ് നിൽക്കുന്നത്. 2024 വർഷം നിൽക്കുന്നു. ഏകദേശം 3000 മുതൽ 6000 വർഷം പഴക്കമുള്ള ഈ വചനത്തിന്റെ ആ കൾച്ചറിലാണ് അവർ എഴുതിയിരിക്കുന്നത്. ആ സംസ്കാരത്തിൽ എഴുതിയതാണ്. അന്നത്തെ സംസ്കാരത്തിൽ എഴുതിയ ഈ വചനങ്ങൾ ഈ ആധുനിക ലോകത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് ഈ എക്സ്പോസിറ്ററി സെർമൺസ് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു പ്രസംഗകൻ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. 1, കോണ്ടെക്സ്റ്റ്. 2, കോണ്ടെക്സ്റ്റ്. 3, കോണ്ടെക്സ്റ്റ്. എന്നെ നെറ്റി വിളിച്ചുകൊണ്ട് ആരെങ്കിലും നോക്കുന്നുണ്ട്. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞതിന്റെ കാരണം ഈ കോണ്ടെക്സ്റ്റ് എന്നുള്ള വാക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ, നിങ്ങളൊരു വചനം എടുക്കുമ്പോൾ, നിങ്ങളൊരു പാസേജ് എടുക്കുമ്പോൾ, ഒരു പ്രസംഗകൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ പ്രസംഗത്തില് അപ്പൊ എന്താണ് കോണ്ടെക്സ്റ്റ്? അതും കൂടെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കോണ്ടെക്സ്റ്റ് പ്രസംഗിക്കാൻ പറ്റും അല്ലേ? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ പോവാം. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ 1-ാം അധ്യായം എടുക്കുകയാണ്. 1-ാം അധ്യായം എടുക്കുക, നമ്മൾ പ്രസംഗിച്ചു തുടങ്ങി. എന്താ അവിടുത്തെ കോണ്ടെക്സ്റ്റ്? എന്റെ ദൈവമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഈ നിരീശ്വരവാദികൾ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവരുടെ ചിന്ത എന്നായിരിക്കും അറിയാവോ? എന്റെ പൊന്നെ, ഈ പുള്ളി ഭയങ്കര മണ്ടത്തരം വിളിച്ചു പറയുക, എന്റെ കർത്താവ് ഞങ്ങൾക്ക്, അവര് ദൈവം ഒന്നും വിളിക്കത്തില്ലല്ലോ, ഇപ്പോഴും മഹാ മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചിലപ്പോൾ നമ്മുടെ മാനസികമായിട്ട് തളർത്തും ഈ മുമ്പിലിരിക്കുന്ന നിരീശ്വരവാദികൾ. ഇനി നമ്മുടെ ഇടയിലെ ദൈവദാസന്മാര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പ്രസംഗിച്ചു തുടങ്ങുവാണ്. ദൈവദാസന്മാരുടെ ഒരു കൂട്ടമുണ്ട്, വിശ്വാസികളുടെ, നമ്മൾ സാധാരണ ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ചിന്തേനറിയോ, ഭൂമിയുടെ ഉൽപ്പത്തിയെ പറ്റി ഇപ്പൊ ഞങ്ങളുടെ പാസ്റ്റർ പറയാൻ പോകുന്ന കാര്യങ്ങള് ഒപ്പിയെടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു മാനസിക നിലയാണ് നമ്മളിരിക്കുന്നത്. തെറ്റ്. ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന്, ആരെഴുതി, ആരാ എഴുതിയത്? ഇത് മോശയാണ് എഴുതിയത്. മോശ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു? മോശ അബ്രഹാമിന് മുമ്പുണ്ടായിരുന്നോ? ആണോ? അബ്രഹാമിന് മുമ്പ് മോശ ഉണ്ടായിരുന്നു? ആരാണ്ട് തലയാട്ടിയല്ലോ, നിങ്ങൾ എല്ലാരെയും കാണത്തില്ല. അബ്രഹാമിന് മുമ്പോ ഇസഹാക്കിന് മുമ്പോ യാക്കോബിന് മുമ്പോ യോസഫിന് മുമ്പോ മോശയില്ലായിരുന്നു. ശരി, ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയ്യോബിന് ശേഷമാണ് മോശ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയ്യോബാണ് 1-ാമത്തെ പുസ്തകം എഴുതിയത്. അപ്പൊ മോശ എഴുതിയ ഈ പുസ്തകം, മോശയാണ് ഈ ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത്. എന്തിനു വേണ്ടി എഴുതി എന്നുള്ളതാണ്, ആർക്ക് വേണ്ടി എഴുതി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആർക്ക് വേണ്ടി എഴുതിയത്? ഇസ്രായേൽ ജനത്തിന് വേണ്ടി എഴുതിയത്. ദേ ആ ഭയങ്കര സൂപ്പർ രാജ്യമായിരുന്നു ഈജിപ്റ്റ്. ആ ഈജിപ്തിൽ അവിടെ ആദ്യമൊക്കെ നല്ല സുഖമായിരുന്നു ഇവർക്ക്. അതിനുശേഷം എന്നാ യോസേഫിനെ അറിയാത്തൊരു ഫറവോൻ നമ്മുടെ വചനത്തിലുണ്ടല്ലോ. അങ്ങനെ ഒരാൾ വന്ന് ഇവരെയൊക്കെ പതുക്കെ നിയന്ത്രിക്കാൻ തുടങ്ങി, ഇവരെ അടിമകളാക്കാൻ തുടങ്ങി, ഇവരെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി. എന്നാലും പോട്ടെന്നേ, അവിടെ ഇച്ചിരി എന്നാ പറയുന്നേ, കറി വെക്കാനും എന്തെങ്കിലുമൊക്കെ സാധനം ഇവർക്ക് കിട്ടും, ജീവിക്കാനുള്ള സാഹചര്യം ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ ഇവർ അടിമകളായിട്ടൊക്കെ ജീവിച്ചാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് വേല ചെയ്താണെന്നുണ്ടെങ്കിലും ഇവരവിടെ അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരുന്നവരാ. കാരണം ഇവര് മോശയ്ക്ക് നേരെ കലർന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ ചിറ്റുള്ളി ഉണ്ടായിരുന്നു, ചീരുള്ളി ഉണ്ടായിരുന്നു, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു പറഞ്ഞവരെ അവര്, അല്ലേ? അപ്പം ഇവരെ ഒരു ഒരു എന്നാ പറയുന്നേ, വലിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് നടുക്കടലിൽ നിൽക്കുന്ന പോലെ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആകപ്പാടെ വല്ലാത്തൊരു സാഹചര്യം നിൽക്കുമ്പോഴത്തേന് ഇസ്രായേൽ മക്കൾ ചോദിക്കുക, എന്റെ പൊന്നു മോശ, ഞങ്ങൾ ആരാ? ഞങ്ങളെ എന്തിനാ എവിടെ കൊണ്ടുവന്നേക്കുന്നേ? ഞങ്ങളുടെ ദൈവം ആരാണ്? ഈ കോണ്ടെക്സ്റ്റിലാണ് മോശ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനകത്തൊരു ഒരു കാര്യം മനസ്സിലാക്കണം. മോശയ്ക്ക് ഉദ്ദേശം ഈ ലോകത്തിന് ഉൽപ്പത്തി പറയുവാനല്ല, കാരണം നിരീശ്വരവാദികൾക്ക് മറുപടി കൊടുക്കാനല്ല മോശ നിൽക്കുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തി എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ വേണ്ടി അല്ല മോശയുടെ ഈ 1-ാം അധ്യായത്തിലെ ഉദ്ദേശം. പക്ഷെങ്കിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തെ പരിചയപ്പെടുത്താനാണ് മോശ ഈ പേന എടുക്കുന്നത്. അപ്പൊ തന്നെ കോണ്ടെക്സ്റ്റിന്റെ എല്ലാ രൂപവും ഭാവവും മാറി. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നത് തന്നെ എന്ത് ചിന്താഗതിയോടുകൂടിയോ? എന്റെ പൊന്നെ, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നോ, അല്ല. മോശ എഴുതി തുടങ്ങിയപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇറ്റ് വിൽ ബി അൻ ഇൻകംപ്ലീറ്റ്. ആ ദൈവത്തിന് ഈ പുസ്തകം നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആരാണ് ദൈവം എന്ന് മനസ്സിലാക്കണം. അവൻ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് മോശയുടെ ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കോണ്ടെക്സ്റ്റ് എന്തായിരിക്കണം എന്ന് നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ കോണ്ടെക്സ്റ്റ് നമുക്ക് ഏത് പുസ്തകം എടുത്താലും, അതുകൊണ്ട് ഒരു പുസ്തകത്തിന്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആരെഴുതി, ആർക്കെഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കണം. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്, നമ്മൾ വചനം തുറന്നു. എനിക്ക് തോന്നുന്നു 10 മണിയായി ആകുന്നു. ഇനി നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ക്ലാസ് ആണല്ലോ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ് നമുക്കൊന്നും കൂടെ എക്സ്പോസിറ്ററി സെർമണും ടെക്സ്റ്റുവൽ സെർമണും എടുക്കാമെന്ന് ഞാൻ കരുതുന്നു. ഏകദേശം 1 മണിക്കൂർ സമയമായി. സമയമുണ്ടോ?
അരമണിക്കൂർ എടുക്കാം. അരമണിക്കൂറുണ്ടോ? ഓ സ്വോത്രം. ഓക്കെ, എന്നോട് ആരും പറയത്തില്ലേ, ആരും ഇനി ഉറക്കം തൂങ്ങരുത് ആയിരുന്നോട്ട്. കുഴപ്പമില്ലാന്ന് തോന്നണു. അച്ഛനത് പറയുകയും ചെയ്ത്. ബാക്കിയുള്ളവരൊക്കെ എന്റെ പൊന്നെ എൽദോച്ചാൻ ഇടയ്ക്ക് ഒരു ബോംബ് പൊട്ടിച്ചിട്ടിരിക്കുമല്ലോ, ഞാനിപ്പോ ഉറങ്ങാൻ വേണ്ടി സാറിന് ഒരു 15 മിനിറ്റ് കൂടെ എടുത്തോ പാസ്റ്ററെ, ഒരു 15 മിനിറ്റ് കൂടെ ഓക്കെ എടുത്തിട്ടോ. ഓക്കെ, ഞാൻ 15നും 10നും ഇടയ്ക്കുള്ള സമയത്ത് നിർത്തിക്കോളാം. ആരും പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. പ്രൈസ് ലോർഡ്. അപ്പൊ സി, എക്സ്പോസിറ്ററി സെർമൺസ്, നമ്മള് ഒരു വചനത്തെ അത് കീറി മുറിച്ച് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെത്തഡോളജി പറയുമ്പോഴത്തേന് പാസ്റ്റർമാരുണ്ട് ദേഷ്യപ്പെടും, എനിക്കറിയാം. തീർച്ചയായിട്ടും ഇന്ന് വരെയുള്ള പ്രസംഗങ്ങൾ എന്റെ പൊന്നെ, ശരി, നിങ്ങളുടെ ചർച്ച പാസ്റ്ററൊക്കെ നാളെ പോയി കുറ്റം പറഞ്ഞത് കേട്ടോ. അതെനിക്ക് ഏറ്റവും വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഈ നമ്മുടെ ഈ ഹോമിലിറ്റിക്സ് പഠിച്ചു കഴിഞ്ഞ് നാളെ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, എന്റെ പാസ്റ്റർ ഈ മണ്ടത്തരെല്ലാം പ്രസംഗിച്ച് പരിവാക്കി വെച്ചേക്കാണെന്ന് ചോദിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ ദേവാസന്മാരെ ബഹുമാനിക്കുക. സി, ഇതിനകത്ത് ഞാനൊരു ഒരു മെത്തഡോളജി പഠിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും പൂർണ്ണരല്ല. ഈ മെത്തഡോളജി തന്നെ എല്ലാവരും ഫോളോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മെത്തഡോളജി മാത്രമല്ല, അത് പറയുമ്പോൾ ഞാൻ തന്നെ അത് ഫോളോ ചെയ്തില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. മനസ്സിലായോ? യെസ്, ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ എക്സ്പോസിറ്ററി സെർമൺസ്, നമ്മള് ഒരു ടെക്സ്റ്റിനെ എക്സ്പോസിറ്ററി സെർമൺസ് എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു വാക്യം പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്നേ. ഒരു വാക്യം മാത്രമായിട്ട് എടുത്ത് എക്സ്പോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴും എക്സ്പോസിറ്ററി സെർമൺസ് ഒരു പാസേജിൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ഗുണകരം. ഒരു പാസേജിൽ അത് എങ്ങനെ നമുക്ക് എക്സ്പോസ് ചെയ്യാം, ഏത് രീതിയിൽ നമ്മൾ അവലംബിക്കാം, മെത്തഡോളജി ഞാൻ തീർച്ചയായിട്ടും പഠിക്കും. ആർക്കും അതിനെപ്പറ്റി ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ഞാൻ എക്സ്പോസിറ്ററി സെർമൺസിൽ ഒന്നാമതായിട്ട് കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കണം. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. കോണ്ടെക്സ്റ്റ് എഴുതിയ സാഹചര്യം, ആരാണ് എഴുതിയത്, ആർക്കാണ് എഴുതിയത്. ഉദാഹരണത്തിന് യോഹന്നാന്റെ പുതിയ നിയമത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം എടുക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നിങ്ങനെ തുടങ്ങുമ്പോഴത്തേന് നമ്മളെല്ലാരും ഇങ്ങനെ ഇരിക്കും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം എന്താണ്? ഒന്നുകൂടെ ചോദിക്കും, ഈ വചനം എന്താണ്? നമുക്ക് ആകെപ്പാടെ ഒരു പരുവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിലരോട് ചോദിക്കാൻ പറയും, ഈ വചനം എന്ന് പറഞ്ഞ ദൈവവചനമാണ്. അവിടെ എല്ലാ അർത്ഥങ്ങളും പോയില്ലേ? അവിടെയാണ് നമ്മള് ഒരു വാക്ക് എക്സ്പോസിറ്റ് ചെയ്യുമ്പോൾ ആരാണ് എഴുതിയത്. അപ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും യോഹന്നാന്റെ ശേഷം യോഹന്നാനാണ് എഴുതിയത്. അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആർക്ക് എഴുതി എന്നുള്ളതാണ്, ഏത് സിറ്റുവേഷൻ എഴുതി എന്നുള്ളതാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഇതിൽ മത്തായും മർക്കോസും യഹൂദന്മാർക്കാണ് എഴുതിയതെങ്കിൽ ലൂക്കോസ് എഴുതിയത് ജെന്റൈൽസിനാണ്. പക്ഷെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ് യോഹന്നാൻ കൊണ്ടുവരുന്നത്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതുന്ന ആ കാലഘട്ടം, ഇല്ലെങ്കിൽ ആ കാലഘട്ടം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കി. യോഹന്നാൻ എഴുതിയിരിക്കുന്ന കാലഘട്ടം നോസിസം ഇല്ലെങ്കിൽ ജ്ഞാനമതം എന്നുള്ള മതത്തിന്റെ ആശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. എന്താണ് ജ്ഞാനമതം? ജ്ഞാനമതം എന്ന് പറയുന്നത് അവരെപ്പോഴും ഒരു റീസൺ വേണം അവർക്ക് വിശ്വസിക്കാൻ. അവർക്ക് എന്തെങ്കിലും കാരണമാണ്. ദേ ഫൗണ്ട് എ റീസൺ ഫോർ ബിലീവിങ്. എന്നിട്ട് അവരെ പറ്റിയുള്ള പഠനം ഒത്തിരി ഉണ്ട് കേട്ടോ. ജ്ഞാനമതക്കാരെ പറ്റി നോസിസം, GNOSICM, അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അവർ പറഞ്ഞാൽ അറിയാമോ, ഈ ഒരു സൃഷ്ടിതാവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിച്ച ദൈവം നീതിമാനാണ്. പക്ഷെങ്കിൽ എന്താ, നമ്മുടെ ഔവാമ്മച്ചിയും ആദാമപ്പച്ചനും ഒക്കെ ഈ ലോകത്തെ കളങ്കപ്പെടുത്തി.
ദിസ് വേൾഡ് ബിക്കം ഈവിൽ. അതുകൊണ്ട് എന്നാ സംഭവിച്ചത്? നീതിമാനായ ദൈവം ഈ വെൻ ഫാർ അവേ, ഈ ലോകത്തിൽ നിന്ന് ഒത്തിരി ദൂരെ പോയി വേറെ എവിടെയോ താമസിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് വരാൻ ഇഷ്ടമില്ല, ദൈവം പോയി കളഞ്ഞു. ഈ കോണ്ടെക്സ്റ്റിലാണ് യോഹന്നാൻ എഴുതുന്നത്. വിശ്വാസമാണ് നിലനിന്നത്. ഗോഡ് വെൻ ഫാർ അവേ, ദൈവം ദൂരെ പോയി. ഇത് ഈ ലോകം മുഴുവൻ മലീമസമായി പോയി, അടക്കപ്പെട്ടു പോയി. ആ സമയത്ത് അവർ പറഞ്ഞ ഒരു വാക്കാണ്, ദൈവത്തെ വിശേഷിപ്പിച്ചൊരു വാക്കാണ് വചനം, അഥവാ അതിന്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ലോഗോസ്. അപ്പൊ നമുക്ക് എന്ത് വാക്കാണ്, എന്തുകൊണ്ട് ഗ്രീക്ക് ലാംഗ്വേജ്, എന്തുകൊണ്ട് ഹീബ്രു ലാംഗ്വേജ് നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു വരുന്നു. അപ്പം ലാംഗ്വേജ്, ലോഗോസ് എന്നൊരു വാക്ക് യോഹന്നാൻ ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. ലോഗോസ് എന്നൊരു വാക്ക് മായാശക്തിക്ക് അവർ പറഞ്ഞത്, ഏതോ ഒരു മായാശക്തി. ശരിക്കും പറഞ്ഞാൽ ഈ വാക്ക് തന്നെ ഇവിടുത്തെ ഹൈന്ദവരെടുത്തിട്ടുണ്ട്. ഓം പ്രത്യാനന്ദായ നമഃ, ഓം സച്ചിദാനന്ദായ നമഃ എന്നൊക്കെ പറയുന്നത്. എനിക്ക് അശുദ്ധാത്മാവ് കേട്ടില്ല ഞാനിതൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഓം എന്നുള്ളൊരു വാക്ക് ഇതിൽ നിന്നാണ് കടമെടുത്തത്. ഒരു മായാശക്തി, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരു മായാശക്തി. യോഹന്നാൻ ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ആദിയിൽ ഈ മായാശക്തി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു, അതെ അതുണ്ടായിരുന്നു. ഈ മായാശക്തി ദൈവമായിരുന്നു. യെസ്, ഈ മായാശക്തി ദൈവത്തോടു കൂടെയായിരുന്നു. അയ്യോ സത്യമാണ്, ഈ മായാശക്തി ദൈവമായിരുന്നു. 12-ാം വാക്യത്തിൽ ചാട്ടുളി പോലെ യോഹന്നാൻ പറയുകയാണ്, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ മായാശക്തി എങ്ങും പോയിട്ടില്ല കേട്ടോ. ഈ ദൈവം ദൂരെ പോയിട്ടൊന്നുമില്ല, നമ്മുടെ ഇടയിൽ പാർത്ത യേശുവാണ് എന്നാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഇത്രയും ചെറിയ ഒരു വാക്യത്തിൽ ഞാൻ അതിന്റെ ബൗദ്ധിക മണ്ഡലത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. കോണ്ടെക്സ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക. അപ്പം ഒരു വാക്യം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആദിയിൽ വചനം എന്തായിരുന്നെന്നും വചനം എന്തിനു വേണ്ടിയായിരുന്നു ഭൂമിയിൽ വന്നതെന്നും ആ വചനം എന്നുള്ള വാക്ക്, ലോഗോസ് എന്നൊരു വാക്ക് യോഹന്നാൻ കടമെടുത്തതിന്റെ കാരണം എന്താണെന്നും ചെറിയ തോതിൽ എനിക്ക് നിങ്ങളെ ഈ ഒരു ചെറിയ മിനിറ്റുകളിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗിക്കുകയാണെങ്കിലോ, നമ്മളൊരു പ്രസംഗമായിട്ട് ഇത് പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിലോ ജനത്തിന് ആ പാസേജ്, ആ വാക്യം എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഹോമിലറ്റിക്സിൽ ഒന്നാമത്തെ കാര്യം, എക്സ്പോസിറ്ററി സെർമൺസിൽ വചനത്തിന്റെ എക്സ്പോസിറ്ററി സെർമൺസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദൈവവചനത്തിന്റെ ടെക്സ്റ്റിലാണ്, ടെക്സ്ച്വൽ എക്സ്പ്ലനേഷനിലാണ്. ആ വാക്യം, ഒരു പാസേജ്, നമ്മൾ എടുക്കുന്ന പാസേജ് നമ്മൾ സെലക്ട് ചെയ്യുന്ന എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ ഞാൻ പിന്നീട് നമുക്ക് മെത്തഡോളജി പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ആ പാസേജ് എടുക്കുമ്പോൾ ആ പാസേജിൽ ഞാൻ നീതി പുലർത്തുന്നത്, ആ പാസേജ് ഞാൻ എങ്ങനെ ദൈവമക്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ശരി, ഇനി നമ്മൾ ഇതിപ്പോ ഞാൻ ഒരു വ്യാഖ്യാനം മാത്രമാണ് പറഞ്ഞത്. then we are going to put in a sermon pattern. നമ്മളൊരു പ്രസംഗ ശൈലിയിൽ ഇത് കൊണ്ടുവരും. എന്റെ ഫ്രണ്ട് ഈ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞിരിക്കുക, ആ കൊച്ചു കുഞ്ഞിന് ഉൾപ്പെടെ ഞാനിത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പച്ചനും അമ്മച്ചും ഇവിടെ എൽദോസച്ചാനെ കൂട്ട് നല്ല വചന വ്യാഖ്യാനത്തിൽ തറവുള്ള അച്ചായന്മാര് മാത്രമൊന്നുമല്ല, എല്ലാത്തിനും സ്വോത്രം പറയുന്ന അമ്മമാരുണ്ട്. ഞാനൊരു ദിവസം ഇങ്ങനെ പറഞ്ഞവർക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഞാൻ ഈ എബ്രായ ഭാഷയിൽ ചുമ്മാ പറഞ്ഞു. അന്നേരം കുറെ അമ്മച്ചിമാരുന്ന് അന്യഭാഷ പറഞ്ഞു. സ്വോത്രം. ഞാൻ പറഞ്ഞത് എന്നറിയാവോ? ഒന്നും മനസ്സിലാകാൻ മേലത്തിൽ അമ്മച്ചിയുണ്ട്, എല്ലാം മനസ്സിലാകുന്ന അപ്പച്ചനുമുണ്ട്, സൺഡേ സ്കൂൾ പഠിക്കുന്ന കൊച്ചുമുണ്ട്. അപ്പൊ നമ്മുടെ പ്രസംഗം ഇവർ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വി വാണ്ട് ടു പുട്ട് ഇൻ എ സെർമൺ സ്റ്റൈൽ, ഒരു പ്രസംഗ കലയിലേക്ക് ഇത് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഹോമിലറ്റിക്സ് പഠിക്കുന്നത്. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് നമ്മൾ ഹോമിലറ്റിക്സ് എന്താണെന്ന് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ വാക്യങ്ങൾ ഒക്കെ ഒരു മെത്തഡോളജിയിൽ കൊണ്ടുവന്നിട്ട്
നമ്മൾ ഹോമിൽറ്റിക്സ് നമ്മൾ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പഠിക്കുക. ആ ഹോമിൽറ്റിക്കൽ സ്റ്റൈലാണ് നമ്മൾ പ്രസംഗം അവതരിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പം ഒന്ന് എക്സ്പോസിറ്ററി സെർമൺസ്. ഇനി ടോപ്പിക്കൽ സെർമൺസ്. ടോപ്പിക്കൽ സെർമൺസ് ഞങ്ങളുടെ ചർച്ചില് ഒരു മരണം നടന്നു. ഒരു മരണം നടന്നതിന്റെ അന്ന് വൈകിട്ട് സാധാരണ വീട്ടിൽ വൈകിട്ട് പ്രാർത്ഥന വെക്കുമ്പോ എന്റെ പപ്പ വായന ദേവദാസന്മാർക്ക് സാധാരണ ഒരു 10-20 മിനിറ്റ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഒരു കർത്താവിന്റെ ദാസൻ വന്നു, അദ്ദേഹത്തിന് സമയം കൊടുത്തു. അദ്ദേഹം എടുത്ത വാക്യം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞിരുന്ന കാര്യം മരണ വീട്ടിൽ രാത്രി പ്രസംഗിക്കുക. അദ്ദേഹത്തെ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കാണ് ടോപ്പിക്കൽ സർമൺ എന്ന് പറയുന്നത്. ഒരു മരണ വീട്ടിൽ നിൽക്കുമ്പോഴത്തേന് ആ മരണ വീട്ടിൽ എന്ത് പ്രസംഗിക്കണമെന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മനസ്സിലായിരിക്കും. ടോപ്പിക്കൽ സർമൺസ്. ഇവിടെ ടെക്സ്റ്റിന് അല്ലെങ്കിൽ വചനത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ടോപ്പിക്കിനാണ്. ഉദാഹരണത്തിന് ഞാനൊരു പരസ്യയോഗത്തിൽ നിൽക്കുകയാണ്. പരസ്യയോഗത്തിൽ നിൽക്കുന്ന എന്റെ ടോപ്പിക് ഇതാണ്, ലഹരി വിമുക്ത ക്യാമ്പയിനാണ്. ലഹരിക്കെതിരായി ഞാൻ ആദ്യം എടുക്കുകയാണ്. FSA ലേഖനം വായിക്കാം, 5-ാം അധ്യായം. ഏത്? ഞാൻ അടിമാലി ടൗണിലോ കോട്ടയം ടൗണിലോ നിൽക്കുകയാണ്. FSA ലേഖനം 5-ാം അധ്യായം വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? നോ, വി ആർ നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദി ടോപ്പിക്. ടെക്സ്റ്റ്. നമ്മൾ ആ സമയത്ത് ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്കിനാണ്. ആ ടോപ്പിക്കിൽ ആ ഓഡിയൻസിന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള സെർമണാണ് ഞാൻ ആ സമയത്ത് അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ മറ്റേ ആന്റിമാര് സാക്ഷ്യം പറയുന്ന പോലെ പറയരുത്. ഹാല്യ, ദൈവനാമത്തിന് ഹാല്യ, ലഹരി ഹാല്യ, ഇതൊന്നും അല്ല അവിടെ പറയേണ്ടത്. അവിടെ ഹാല്യ വില പോകത്തില്ല. നമ്മൾ ടോപ്പിക്ക് നിൽക്കണം. ടോപ്പിക്ക് നിന്നുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവമായിട്ട് പഠിച്ച് നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ആ ടോപ്പിക്ക് നമ്മൾ പ്രസംഗിച്ചിട്ട് ഇരിക്കുന്നതിനാണ് ടോപ്പിക്കൽ സെർമൺ എന്ന് പറയുന്നത്. അപ്പം എക്സ്പോസിറ്ററി സെർമൺ ആൻഡ് ടോപ്പിക്കൽ സെർമൺ. ഞാൻ അടുത്ത ക്ലാസ്സിൽ മെത്തഡോളജി പഠിപ്പിക്കും. നമുക്ക് എത്ര ക്ലാസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ എനിക്ക് എത്ര ക്ലാസ് ഉണ്ട് ഈ സെമസ്റ്ററിൽ? 3 ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് സാർ പറയുന്നത്. ഞാൻ വന്നിട്ട് പറയാം സാറ്. ഓക്കെ ഓക്കെ. അതിനോട് കുറച്ച് ക്ലാസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ മെത്തഡോളജി പക്ഷെ പഠിപ്പിക്കും. ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങളെ അതിലേക്കൊന്ന് ഒരു വൈരാഗ്യത്തോട് നിർത്താൻ വേണ്ടി മുൾമുനയിൽ ഈ പണ്ടൊക്കെ സീലിൽ കാണുമ്പോഴത്തേരെ ഞാൻ ലാസ്റ്റ് സമയത്ത് അമ്മായിയമ്മ മരുമോളും തമ്മിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുമല്ലോ ഇങ്ങനെ. അപ്പം ഞങ്ങൾ ആന്റിമാരൊക്കെ പറഞ്ഞു, എന്റെ ദൈവമേ നാളെ എന്താവും അറിയത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ നിങ്ങളൊരു മുൾമുനയിൽ നിർത്തിക്കുകയാണ്. 50 പേര് എന്റെ ഒരു മീറ്റിംഗിൽ 4 പേര് എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു, എന്റെ മുൻപായി പ്രസംഗിച്ചു. എൽദോസച്ചാൻ സൂപ്പർ മെസ്സേജ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെസ്സേജ്. സന്തോഷ് പാസ്റ്റർ പിന്നെ പൊളിച്ചടുക്കി നമ്മുടെ ഭാഷയിൽ പറഞ്ഞു. പൗലോസച്ചാൻ അടുത്തത് വന്നിട്ട് പിന്നെ പറയേണ്ട ജനത്തെ മുഴുവൻ ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ടൊരു വലിയ പ്രസംഗം നടത്തി. അടുത്തത് പറയുകയാണ്, അബുസാർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. തുടർന്ന് നമ്മുടെ കർത്താവിന്റെ ദാസൻ ജോൺ ലീ, നമ്മുടെ അധ്യാപകൻ തുറന്ന് പ്രസംഗിക്കും. ഇവര് 3 പേരും ഇളക്കി മറിച്ച് വെച്ചേക്കുന്ന വേദിയിൽ അടുത്തത് ഞാൻ അങ്ങോട്ട് വന്ന് നിന്നിട്ട് വാ തുറന്ന് സംസാരിക്കാൻ വരുമ്പോൾ അവിടെ 1000 പേരുണ്ടെങ്കിൽ 1000 പേരും മുൻപ് 3 പ്രസംഗങ്ങളുടെ പ്രസംഗം മറന്നിട്ട് എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതെവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ നമുക്ക് തുടങ്ങാം, ഇതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഇതിന് ആവേശത്തോടെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ താങ്ക് യു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചോട്ടെ.